നിവിൻ പോളിയുമായി നിയമ പോരാട്ടത്തിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് തിരിച്ചടി. സാമ്പത്തിക തർക്കം മധ്യസ്ഥതയ്ക്കുള്ള വിടണമെന്നുള്ള ലിസ്റ്റിന്റെ ആവശ്യം എറണാകുളം മുനിസിഫ് കോടതി തള്ളി. രാമചന്ദ്ര ബോസ് ആൻഡ് കോ, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായിരുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. നമുക്കറിയാം ആജ്ഞ, അമ്മയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് മറ്റൊരു തിരിച്ചടിയുമായി അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തിയൊരു വിഷയത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സാരംഗ്, നിവിൻ പോളിയുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടാക്കിയ കരാറിൽ നിർബന്ധിത ആർബിട്രേഷൻ ഇല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് നിർമ്മാണ തർക്കവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടുമാണ് കോടതിയിൽ എത്തിയിരുന്നത്. അങ്ങനെയാണ് ഈ കേസ്. അതേസമയം ഈ നിർബന്ധിത ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ ഇരു കക്ഷികളും മൂന്നാമത് നിഷ്പക്ഷനായ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ട് ഇതിന്റെ തർക്കങ്ങൾ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുൾപ്പെടെയുള്ള കരാറാണ്. 96 ആർബിട്രേഷൻ നിയമപ്രകാരമാണ് ആ കരാർ ഒപ്പിടുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നിർബന്ധിത കരാർ ഇല്ലാത്ത സാഹചര്യമാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിയിരുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ ചർച്ചയിൽ പരിഹരിക്കാം ഈ പ്രശ്നം എന്ന് കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അത്തരത്തിലൊരു ആവശ്യം കോടതി നിരാകരിക്കുകയും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കം അപകീർത്തികരമായ തർക്കമായതുകൊണ്ട് തന്നെ ഇത് മധ്യസ്ഥ ചർച്ചയിൽ പരിഹരിക്കാനാകില്ല എന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ലിസ്റ്റിൻ സ്റ്റീഫന് തിരിച്ചടിയാകുന്ന ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2012 നിവിൻ പോളിയും ലിസ്റ്റിൻ സ്റ്റീഫനും തമ്മിലുള്ള ഈ തർക്കം നടക്കുന്നത്. അതായത് ഈ സാമ്പത്തിക തർക്കം മധ്യസ്ഥതയ്ക്ക് വിടണമെന്നുള്ള ആവശ്യമാണ് കോടതിക്ക് മുൻപാകെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉന്നയിച്ചത്. അത് കോടതി അംഗീകരിച്ചില്ല. രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തർക്കമുണ്ടാക്കുന്നത്. അതിൽ ഈ നിർബന്ധിത ആർബിട്രേഷൻ കരാർ ഇല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സാരം, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.